അഖിൽ മാറണമെന്ന ഭൂലോക ഉഡായിപ്പിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് കന്നം തിരിവും കാണിക്കാൻ മടിയില്ലാത്ത ബിഗ് ബോസ് എന്ന് പറയുന്ന ജനങ്ങളെ വെറുപ്പിക്കുന്ന ഒരു ഷോയിലൂടെ ഉഡായിപ്പ് പരിപാടികൾ കാണിച്ച് വിജയായതിൻ്റെ പേരിൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ധരിച്ചു നടക്കുന്ന ഈ ഒരു ഉഡായിപ്പിനെ പൊളിച്ചു കാട്ടുകയാണ് നിങ്ങളുടെ മുമ്പിൽ. അഖിൽ മാറണം എന്ന് പറയുന്ന ഈ വ്യക്തി കോൺഗ്രസിന് വേണ്ടി പല സാഹചര്യങ്ങളിലും BJPയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യം, അത്തരത്തിൽ BJPയെ താഴ്ത്തിക്കിട്ടുന്നൊരു പ്രതികരണം നിങ്ങളെ ആദ്യം കാണിക്കുകയാണ്. അതിനുശേഷം ബാക്കി പറയാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും BJPയുടെ വളർച്ചയോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഭീകരമായ വിഭാഗീയത സൃഷ്ടിക്കപ്പെട്ടത്. ഭീകരമായ വിഭാഗീയത. അപ്പം അതായത് ഇപ്പം BJPക്കാർ പോയിട്ട് മുസ്ലിം സമുദായത്തെ ഇല്ലാതാക്കുമെന്നോ അവരെ കൊല്ലുമെന്നോ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ രണ്ടു പേർ തമ്മിൽ കാണുമ്പോൾ സംശയത്തിൻ്റെ കണ്ണോട് കൂടിയിട്ട് നോക്കാൻ തുടങ്ങും. ഇവിടെ ഒരു അഖിൽമാരാരും ഒരു മുഹമ്മദ് ഷഫീഖും കൂടെ തമ്മിൽ കണ്ടാൽ പരസ്പരം കൈ കൊടുക്കുമ്പം പേര് പറഞ്ഞു കഴിയുമ്പം ശരിടാ കാണാം എന്ന് തോന്നിപ്പിക്കത്ത കാലം യവൻ സുഡാപ്പിയാണോ, മറ്റേ സംശയം യവൻ സംഖ്യയാണോ, കുറി ഇട്ടിട്ടുണ്ടല്ലോ, ഇവന്റെ നെറ്റി തഴമ്പുണ്ടല്ലോ, ഇവൻ താടി വളർത്തിയിട്ടുണ്ടല്ലോ. ഇത് ഭയങ്കരമായിട്ട് സൃഷ്ടിച്ചത് BJP ആണ്. കൃത്യമായിട്ട് കേട്ടല്ലോ. ഇപ്പോൾ അഖിൽ മാരണം ചെയ്തു വച്ചേക്കുന്ന പ്രവൃത്തി എന്താണ്? BJPയുമായി കൈകൊടുത്ത 2020 എന്ന് പറയുന്ന സാബു എം ജേക്കബ് എന്ന ഉഡായിപ്പിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നിരിക്കുന്നു. അതും തിരഞ്ഞെടുപ്പ് സീറ്റ് ലക്ഷ്യം വെച്ച് തന്നെ. അതായത് രാഷ്ട്രീയ ജീവിതത്തിൽ അധികാരത്തിന് വേണ്ടി തൻ്റെ ഫെയിമും പബ്ലിസിറ്റിയും ഉപയോഗിച്ച് ആരുടെ കാല് പിടിക്കുവാനും അഖിൽ മാരണത്തിന് യാതൊരു ഉളുപ്പുമില്ല എന്നതാണ് വസ്തുത. ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഇതേ അഖിൽ മാരണം കോൺഗ്രസ്സുകാരെക്കുറിച്ചും കോൺഗ്രസ്സുകാരുടെ ഉഡായിപ്പ് പരിപാടികളെക്കുറിച്ചും കോൺഗ്രസിൻ്റെ തമ്മിത്തല്ലിനെക്കുറിച്ചും ഒക്കെ വലിയ രീതിയിൽ വാത്താളം വിടുന്നൊരു ദൃശ്യമാണ്. ഫസ്റ്റ് ചർച്ച നടക്കാൻ പോകുന്നത് ആര് മുഖ്യമന്ത്രിയാവും. ആദിചേട്ടനല്ലേ മുഖ്യമന്ത്രി, കുറെ എണ്ണ അവിടെ. സുധാകരൻ്റെ അടുത്ത് കുറച്ച് പേര് വരും, ഒന്നുമില്ല ഇപ്രാവശ്യം പിടിക്കണം, ഇപ്രാവശ്യം CM ആയിട്ട് ഒന്നും ആലോചിക്കാല്ല അവിടെ പിടിക്കണം. രമേശ് ചെന്നിത്തല പാവപ്പെട്ടവൻ പ്രതിപക്ഷ നേതാവായിട്ട് 5 വർഷം ഇരുന്നിട്ട് ഒന്നും അല്ലാതാക്കി മാറ്റാൻ ശ്രമിച്ചൊരു മനുഷ്യൻ, വളരെ നല്ല രാഷ്ട്രീയത്തിൽ വളരെ വലിയ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. വ്യക്തിപരമായിട്ടും അറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എടുത്താലും അറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്തും കുറച്ച് പേര് പറയും നമുക്ക് വിട്ടുകളയരുത്, രമേശ് വിട്ടുകളയരുത്. അവിടെ ഈ 3 പേരും പതുക്കെ തിറങ്ങും. KC വേണുഗോപാൽ വെറുതെ ഇരുന്നാലും ചിന്തിക്കും ഇത്രയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തി കേരളത്തിൽ അധികാരം കിട്ടാനുള്ളൊരു സമയമാണ്. അദ്ദേഹം വിചാരിക്കുക എന്നാൽ ഇങ്ങോട്ടൊന്ന് വരാം, ഇത് നിങ്ങളെല്ലാം കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കും. ഇതിൻ്റെ ഇടയിൽ സീറ്റ് ജയിച്ചാൽ മന്ത്രിയാവും, എങ്ങനെയും സീറ്റ് പിടിച്ചേ പറ്റും. നേതാക്കന്മാർ ഓരോ മണ്ഡലത്തിലും ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പും പാരവെപ്പും കുതിവാല് വിട്ടും തുടങ്ങും. ഇതിനകത്ത് ഏതെങ്കിലും ഒരുത്തിന് സീറ്റ് നഷ്ടപ്പെടും, അതോടുകൂടി ഇവന് ഭ്രാന്താവും. അപ്പോൾ ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിയെ എങ്ങനെ തോപ്പിക്കണമെന്നുള്ള ഗൂഢാലോചന ഈ പാർട്ടി തന്നെ നടത്തിക്കോളും. ഇനി താഴെത്തട്ടിലേക്ക് വരാം. 5 വർഷം മുമ്പ് വോട്ട് ചെയ്ത കോൺഗ്രസിൻ്റെ ഒരുപാട് 60-70 വയസ്സുള്ള ഈ കൈപ്പത്തിയോട് ഭയങ്കര ഇഷ്ടമുള്ള വലിയൊരു വിഭാഗം ജനത ഓരോ വാർഡിലുമുണ്ട്. ഇതിൽ കുറേ പേര് മരിച്ചുപോയി. അതായത് ഈ തല വെട്ടിയിട്ടാലും കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരു നല്ല പ്രായം ചെന്ന്, കാരണം ഈ പുതിയ തലമുറ ഒട്ടും ആകർഷിക്കപ്പെടാത്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ പഴയ തലമുറയുടെ കിട്ടിക്കുന്ന വോട്ട് കുറേ അങ്ങ് മരിച്ചു മാറി. പുതിയ വോട്ട് ചേർക്കണ്ടേ? ഇത് എവിടെ നിന്നെടുത്തിട്ട് ചേർക്കും, ആരെ വിശ്വസിക്കും? പിന്നെ നിഷ്പക്ഷ ജനതയും ഈ പിണറായി വിജയൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയും വെറുപ്പ് തോന്നുന്ന ഒരു വലിയ വിഭാഗം ജനതയുമാണ്. അവർ ഞങ്ങൾക്കേ വോട്ട് ചെയ്യത്തുള്ളേ, ഞങ്ങൾ പിന്നെ അല്ലാതെ എന്ത് ചെയ്യും? അവരങ്ങ് തീരുമാനിക്കും ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ. കേട്ടല്ലോ, BJPക്കാരെയും കോൺഗ്രസ്സുകാരെയും എല്ലാ പേരെയും ഒറ്റയിരിപ്പിലിരുന്ന് കുറ്റം പറയുന്ന അഖിൽ മാരണം എന്ന് പറയുന്ന ഈ വ്യക്തി എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ BJPയുടെ കാല് പിടിക്കാൻ അടിമയാകുവാൻ തയ്യാറായതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അധികാരക്കൊതി തന്നെയാണ്. കോൺഗ്രസ്സുകാരെ കുറ്റം പറയാൻ എന്ത് യോഗ്യതയാണ് അഖിൽ മാരണത്തിനുള്ളത്? കോൺഗ്രസ്സുകാർ തമ്മിൽ കാലുവാരികളും കൂടെ നിൽക്കുന്നവൻ്റെ കുതുകാല് വെട്ടികളുമാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. അതേ കാര്യമല്ലേ അഖിൽ മാരണവും ചെയ്യുന്നത്? ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായി ഇരുന്നു കൊണ്ട് പിന്നെ BJPക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് ഇതേ BJPക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം BJPയുമായി കൈകൊടുത്തിരിക്കുന്ന സാബു എം ജേക്കബിൻ്റെ 2020യിലേക്കാണ് ചെന്ന് കയറിയിരിക്കുന്നത്. അതായത് ഒരു സംഘി എവിടെ നിന്ന് തുടങ്ങിയാലും ഏറ്റവും അവസാനം വന്നൊടുങ്ങുന്നതും അതേ സംഖ്യയായി തന്നെ ആയിരിക്കുമെന്ന് കൃത്യമായി തെളിയിക്കുകയാണ് അഖിൽ മാരണം എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയയിലെ ഉഡായിപ്പ് വ്യക്തി. ഇടതുപക്ഷത്തിനെയൊക്കെ വാതോരാതെ കുറ്റം പറയുന്നത് കാണുമ്പോൾ
അഖിൽ മാറത്തിനോട് ഒരേ ഒരു കാര്യമേ ചോദിക്കുവാനുള്ളൂ. നിങ്ങൾക്കൊക്കെ എന്ത് രാഷ്ട്രീയ നിലപാടാണുള്ളത്? ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസിൻ്റെ കാല് പിടിക്കാൻ അഖിൽ മാറണം തയ്യാറാണ്. BJPയുടെ കാല് പിടിക്കാൻ അഖിൽ മാറണം തയ്യാറാണ്. പക്ഷേ അഖിൽ മാരണത്തിന് ഫെയിമും പബ്ലിസിറ്റിയും കിട്ടണമെങ്കിൽ ഇടതുപക്ഷത്തെ കുറ്റം പറയണം. ഇടതുപക്ഷത്തെ ചാപ്പ കുത്തിയാൽ മാത്രമേ അഖിൽ മാരണത്തിന് സമൂഹത്തിൽ നിലയും വിലയും കോൺഗ്രസ്സുകാരും BJPക്കാരും കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒന്നുറപ്പിക്കാം, അഖിൽ മാരണത്തിൻ്റെ ലക്ഷ്യം അധികാരക്കൊതി തന്നെയായിരുന്നു. അതിനുവേണ്ടി ഏത് സംഖ്യയുടെയും ഏത് കൊങ്ങിയുടെയും കാല് പിടിക്കുവാനും വിടുപണി ചെയ്യുവാനും അഖിൽ മാരണത്തിന് യാതൊരു എളുപ്പമില്ല.